الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وسرها وعلانيتها. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. اللهم احفظنا واغفر لنا وارحمنا. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد, സൂറത്ത് തലാഖ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, 8-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വകഅയ്യിൻ മിൻ ഖറിയത്തിൻ عتت عن أمر ربها ورسله فحاسبناها حسابا شديدا وعذبناها عذابا نكرا فذاقت وبال أمرها وكان عاقبة أمرها خسرا. الله പറയുന്നു, وكأي من قرية, എത്ര നാടുകളാണ്, എത്ര ഖറിയ എന്നാൽ നാട്, ഗ്രാമം എന്നൊക്കെയാണ് അതിനർത്ഥം. എത്ര നാടുകളാണ് ആതത് അൻ അംരി റബ്ബിഹ, അവയുടെ റബ്ബിന്റെ, റബ്ബിഹ എന്നാൽ അവയുടെ റബ്ബിന്റെ അഥവാ ആ നാടുകളുടെ റബ്ബിന്റെ. അതുകൊണ്ടുള്ള ഉദ്ദേശം ആ നാട്ടുകാരെയാണ്. നാടിന്റെയും നാട്ടുകാരുടെയും റബ്ബ് അല്ലാഹുവാണ്. ആതത്, ആ നാട് അതിരുവിട്ട് പ്രവർത്തിച്ചു. ഇവിടെ നാട്ടിലേക്കാണ് ഫിഅലിനെ ചേർത്തി പറഞ്ഞത്, ഖറിയത്തിലേക്കാണ് ചേർത്തി പറഞ്ഞത്. അതുകൊണ്ടുള്ള ഉദ്ദേശം ആരാണ്? അഹ്ലുൽ ഖറിയ, നാട്ടുകാരാണ് ഉദ്ദേശം. ഏതുപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ പറഞ്ഞതുപോലെ ഉപ്പയോട് വന്നിട്ട് പറഞ്ഞു, വസ്അലിൽ ഈറ, ആ ഈറത്തിനോട് ചോദിക്കൂ. ഈറത്ത് എന്നാൽ അത് യാത്രാസംഘം, ഒട്ടകങ്ങളുടെ സംഘം, അതിനാണ് ഈറ എന്ന് പറയുന്നു, ഒട്ടകങ്ങളുടെ ആ യാത്രാസംഘം. അവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം അതിലുണ്ടായിരുന്ന ആളുകളോട് ചോദിക്കുമെന്നാണ്. എന്നതുപോലെ ഇവിടെ ഖറിയ, നാട് അതിക്രമിച്ച് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ നാട്ടിലുള്ള ആളുകൾ എന്നാണ് ഉദ്ദേശം. അൻഅംരി റബ്ബിഹ, അവയുടെ റബ്ബിന്റെ കൽപ്പനയിൽ നിന്ന് അതനുസരിക്കാതെ അതിക്രമിച്ച് പ്രവർത്തിച്ചു. വറുസുലിഹി, ആ റബ്ബിന്റെ റസൂലുകളുടെ കൽപ്പനയും, റബ്ബിന്റെ റസൂലുകളെയും റബ്ബിന്റെ കൽപ്പനകളെയും അനുസരിക്കാതെ ധിക്കരിച്ച എത്ര നാടുകളാണ് ഉള്ളത്. വകഅയ്യിൻ മിൻ ഖറിയ, എത്ര നാടുകൾ. ഫഹാസബ്നാഹ ഹിസാബൻ ശദീദ, ഫഹാസബ്നാഹ, നാം അവരെ വിചാരണ ചെയ്തു. ഹിസാബൻ ശദീദ, എങ്ങനത്തെ വിചാരണയാണ്? ശദീദായ വിചാരണ, വളരെ കടുത്ത കണക്ക് നാം അവരെ കൈകാര്യം ചെയ്തു. വഅദ്ദബ്നാഹ, നാം അവരെ ശിക്ഷിച്ചു. അദാബൻ നുക്ര, വളരെ ഫദിയായ, വേദനിപ്പിക്കുന്ന, മോശമായ ശിക്ഷ നാം അവരെ ശിക്ഷിപ്പിച്ചു. ഫദാഖത്ത് വബാല അംരിഹ, അങ്ങനെ ഫദാഖത്ത്, ആ നാടുകൾ അനുഭവിച്ചു അഥവാ നാട്ടുകാർ അനുഭവിച്ചു. വബാല അംരിഹ, വബാൽ എന്നാൽ അനന്തരഫലം. വബാല അംരിഹ, അവരുടെ ആ നാടുകളുടെ കാര്യത്തിന്റെ അനന്തരഫലം, അവർ ചെയ്ത പ്രവൃത്തിയുടെ അനന്തരഫലം ആ നാടുകൾ അനുഭവിച്ചു. വകാന ആഖിബതു അംരിഹാ ഖുസ്റാ, വകാന ആഖിബതു അംരിഹാ, ആ നാടുകളുടെ കാര്യത്തിന്റെ പര്യവസാനം, അവസാനം എന്തായിരുന്നു? ഖുസ്റാ, നഷ്ടമായിരുന്നു. വകഅയ്യിൻ മിൻ ഖറിയത്തിൻ, അല്ലാഹുവിന്റെ ഈ മനോഹരമായ ശൈലി നോക്കൂ, എത്ര നാടുകൾ. വകഅയ്യിൻ മിൻ നബിയ്യിൻ എന്നതുപോലെ വകം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറതൻ ബിഇദ്നില്ലാഹ് എന്നതുപോലെ എത്ര എന്നത് സുബ്ഹാനല്ലാഹ് വളരെ ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന, നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. വകഅയ്യിൻ, എത്ര നാടുകൾ എന്നത്. വകഅയ്യിൻ മിൻ ഖറിയത്തിൻ, എത്ര നാടുകളാണ്. ആതത് എന്നാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, تمردت وطغت واستكبرت عن اتباع أمر الله ومتابعة رسله. ആ നാടുകൾ ആതത്, അവരതിരുവിട്ട് പ്രവർത്തിച്ചു. അൻ അംരി റബ്ബിഹ, അവരുടെ നാടുകളുടെ, അവരുടെ റബ്ബായ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്നും. വറുസുലിഹി,
ആ റബ്ബിന്റെ റസൂലുകളോടും അവർ എതിർപ്പ് പ്രകടിപ്പിച്ചു, അനുസരണക്കേട് കാണിച്ചു. ഇബ്നു കസീർ പറഞ്ഞു തമറദത് വതഗത് വസ്തക്ബറത്, അവർ അഹങ്കാരവും കിബറും ധിക്കാരവും ഒക്കെ പ്രവർത്തിച്ചു. അനിത്തിബാഇ അംരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ, വമുതാബഅതി റുസുലിഹി, അല്ലാഹുവിന്റെ റസൂലുകളെ പിൻപറ്റാതെ. അപ്പോൾ എന്താണ് ഉണ്ടായത്? ഫഹാസബ്നാഹ ഹിസാബൻ ശദീദ, അല്ലാഹു പറയുന്നു നാം അവരെ ശദീദായ ഹിസാബ് നടത്തി, കടുത്ത വിചാരണ നടത്തി. വഅദ്ദബ്നാഹ, നാം അവരെ ശിക്ഷിച്ചു, അദാബൻ നുക്റ, നുക്റായ ശിക്ഷ ശിക്ഷിച്ചു. എന്താണ് നുക്റൻ എന്ന് പറഞ്ഞാൽ? ഇബ്നു കസീർ പറഞ്ഞു മുൻകറൻ ഫദിയഅൻ, മുൻകറൻ ഫദിയഅൻ, വളരെ മോശമായ ഭീതിപ്പെടുത്തുന്ന ശിക്ഷ നാം അവരെ ശിക്ഷിച്ചു. ഫദാഖത് വബാല അംരിഹ, അങ്ങനെ ആ നാടുകൾ അനുഭവിച്ചു. വബാല അംരിഹ, അവർ ചെയ്തതിന്റെ ഫലം അനുഭവിച്ചു. വകാന ആഖിബതു അംരിഹ ഖുസ്റ, അവരുടെ അന്ത്യം, അവരുടെ കാര്യത്തിന്റെ അന്ത്യം ഖുസ്റൻ, നഷ്ടമായിരുന്നു. ഇബ്നു കസീർ പറയുന്നു അയ ഗിബ്ബ മുഖാലഫതിഹ, അവർ അല്ലാഹുവിനോട് എതിർ പ്രവർത്തിച്ചതിന്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി, അവന്റെ റസൂലുകളോട് സ്വല്ലല്ലാഹു വസല്ലമു അലൈഹിം, അവരോട് എതിർ പ്രവർത്തിച്ചതിന്റെ ഗിബ്, അതിന്റെ അനന്തരഫലം അവരനുഭവിച്ചു. വനദമു, അങ്ങനെ അവസാനം അവർ ഖേദിക്കേണ്ടി വന്നു. ഹൈസു ലാ യൻഫഉഹും നദം, ഖേദം പ്രയോജനപ്പെടാത്ത കാലത്ത് അവർ ഖേദിച്ചു. അള്ളാഹു ഇങ്ങനെ സാലിഫുൽ ഉമം, മുൻഗാമികളായ പല സമുദായങ്ങളുടെയും പണ്ട് കഴിഞ്ഞുപോയ ഒരുപാട് ഖൗമിന്റെ ചരിത്രം അള്ളാഹുവിന്റെ കിതാബിൽ ധാരാളമായി നമുക്ക് കാണാം. ബുദ്ധിയുള്ളവർ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. മുൻകഴിഞ്ഞ ആളുകളെ അള്ളാഹു നശിപ്പിച്ച വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അഫലം യസീറു ഫിൽ അർദ് ഫയൻദുറു കൈഫ കാന ആഖിബതു അല്ലദീന മിൻ ഖബ്ലിഹിം കാനൂ അക്സറ മിൻഹും വഅശദ്ദ ഖുവ്വതൻ ഫമാ അഗ്നാ അൻഹും മാ കാനൂ യക്സിബൂൻ. അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ച് അവർക്ക് മുമ്പുള്ളവരെ അള്ളാഹു എങ്ങനെയാണ് നശിപ്പിച്ചതെന്ന്, അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നെന്ന് നോക്കുന്നില്ലേ? അവർ ഇവരെക്കാളും അധികമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ ഇന്നത്തെ നിഷേധികളെക്കാളും അധികമുണ്ടായിരുന്നു അവർ. വശദ്ദ ഖുവ്വതൻ, അവരെക്കാളും ഇന്നത്തെ ആളുകളെക്കാളും കടുത്ത ശക്തിയുള്ളവരായിരുന്നു അവർ. പക്ഷെ ഫമാ അഗ്നാ അൻഹും മാ കാനൂ യക്സിബൂൻ, അവരുണ്ടാക്കിയതൊന്നും, അവർ സമ്പാദിച്ചതൊന്നും, അവരുടെ കഴിവുകളൊന്നും അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ അവർക്ക് പ്രയോജനപ്പെട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു فلما جاءتهم رسلهم بالبينات فرحوا بما عندهم من العلم وحاق بهم ما كانوا به يستهزئون فلما رأوا بأسنا قالوا آمنا بالله وحده وكفرنا بما كنا به مشركين فلم يكن ينفعهم إيمانهم لما رأوا بأسنا سنة الله التي قد خلت في عباده وخسر هنالك الكافرون. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഗാഫിറിന്റെ അവസാനത്തെ ആയത്തുകളിൽ പറഞ്ഞു, ആ മുൻകഴിഞ്ഞു പോയ ആളുകൾ ഫലമ്മാ ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായി അള്ളാഹുവിന്റെ റസൂലുകൾ അവരിലേക്ക് വന്നപ്പോൾ ഫരിഹൂ ബിമാ ഇൻദഹും മിനൽ ഇൽം, ദുനിയാവിനെ കുറിച്ച് അവർക്ക് ഒരുപാട് ഇൽമുണ്ടായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശാസ്ത്രം അറിയാമായിരുന്നു അവർക്ക്. ഇൽം, അവർ അതിൽ സന്തോഷിച്ചു, അവരതിൽ സന്തോഷിച്ചു. അതാണ് നമ്മൾ ഇതൊക്കെ ഉള്ള ആളുകളാണ്, നിങ്ങളെന്ത് പഴഞ്ചം വർത്താനായിട്ടാണ് വരുന്നത് എന്ന രൂപത്തിൽ അവരുടെ കയ്യിലുള്ളതിൽ അവർ സന്തോഷിച്ചു. അവരുടെ കയ്യിൽ ദുനിയാവിനെ കുറിച്ച് എമ്പാടും ഇൽമുണ്ട്. അവിടെ ഇൽമെന്നാണ് അള്ളാഹു പറഞ്ഞത്, അവർക്ക് ഇൽമുണ്ടായിരുന്നു. എന്താണ് ഇൽം? ദുനിയാവിനെ കുറിച്ചുള്ള വിജ്ഞാനം ഉണ്ടായിരുന്നു, വലിയ കഴിവുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക്, ഇന്നത്തെ പല മനുഷ്യരും അവരുടെ ധിക്കാരം ഈ നിലക്കാണ് കാണുന്നത്. ഇത്ര ആധുനിക സൗകര്യങ്ങളുള്ള ഈ കാലത്ത്, ഈ ലോകം ഇത്ര പുരോഗമിച്ച ഈ കാലത്ത് നിങ്ങൾ എന്താണ് ഇങ്ങനെ പഴയ 6-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് പലരും ചോദിക്കുന്നു. എന്നതുപോലെ അവർ പരിഹസിച്ച കാര്യം എന്നാൽ അവരെ ബാധിക്കുകയുണ്ടായി. നമ്മുടെ ശിക്ഷ കൺമുന്നിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞു ആമന്നാ ബില്ലാഹി വഹ്ദഹ്, റബ്ബിൽ അല്ലാഹുവിൽ മാത്രം ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നവൻ ഏകനാക്കിക്കൊണ്ട്, വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, ഞങ്ങൾ അല്ലാഹുവിന് പുറമെ പങ്കുചേർത്തവരെല്ലാം ഞങ്ങൾ ഇതാ നിഷേധിച്ചു. പ്രയോജനമില്ല, ആ സമയത്തെ ഈമാൻ പ്രയോജനമില്ല. ഫലം യകു യൻഫഉഹും ഈമാനുഹും ലമ്മാ റഅൂ ബഅസനാ, നമ്മുടെ ശിക്ഷ കൺമുന്നിൽ കണ്ടാൽ
പിന്നെ അവരുടെ ഈമാൻ കൊണ്ട് അവർക്ക് പ്രയോജനപ്പെടുകയില്ല. സുന്നത്തല്ലാഹി അല്ലതി ഖദ് ഖലത് ഫീ ഇബാദിഹി, അവന്റെ അടിമകളിൽ അള്ളാഹു നടപ്പിലാക്കിയ ചര്യ, അവന്റെ നടപടിക്രമം ഇങ്ങനെയാണ്. ഒരു ഖൗമിനും ശിക്ഷ കൺമുന്നിൽ കണ്ടാൽ പിന്നെ ഈമാൻ പ്രയോജനപ്പെടുകയില്ല. വഖസിറ ഹുനാലികൽ കാഫിറൂൻ, അവിടെ അതാ കാഫിറുകൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. എത്ര തവണ അള്ളാഹു ഇത് പറഞ്ഞു. ഇതുപോലുള്ള ആയത്തുകൾ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, പഴയ ആളുകൾക്ക് എന്തു പറ്റി എന്ന് നോക്കുന്നില്ലേ എന്ന ആയത്തുകൾ എത്രയുണ്ട് അള്ളാഹുവിന്റെ കിതാബിൽ. ഉപയോഗശൂന്യമായ എത്ര കിണറുകൾ, ആൾപ്പാർപ്പില്ലാതായി പോയ എത്ര ഭദ്രമായി കെട്ടിയ കോട്ടകൾ, അവിടെ ഒന്നും ആളുകളില്ല, നശിച്ചുപോയി, ഒന്നാകെ നശിപ്പിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അപ്പൊ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാണ് ബുദ്ധിയുള്ള മുഅ്മിൻ. കാരണം അള്ളാഹുവിന്റെ അദാബ് വന്നാൽ, അവന്റെ ബഅസ് അത് വന്നാൽ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. അത് വരിക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ അദാബ്, അവന്റെ അന്തിമമായ അദാബ് യൗമുൽ ആഖിർ, യാതൊരു സംശയവുമില്ല. ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ഖിയാമത്ത് നാളിന് മുമ്പ് അള്ളാഹു പറ്റയില്ലാതാക്കി കളയുകയില്ല, മുഴുവൻ പേരെയും നശിപ്പിക്കുകയില്ല. അപ്പോൾ മുൻഗാമികളുടെ ചരിത്രം അത് നമുക്ക് പാഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കാളും കഴിവുണ്ടായിരുന്ന ആളുകളെ, നമ്മെക്കാളും എണ്ണവും ശക്തിയും ഉണ്ടായിരുന്നവരെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു പ്രയാസവുമില്ലാതെ നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനത് യാതൊരു പ്രയാസവുമില്ല. അള്ളാഹുവിനെ അവരെ നശിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. അവന് സുബ്ഹാനഹു വ തആല അവന് വളരെ എളുപ്പമുള്ളതാണ് അവരെ നശിപ്പിക്കുക എന്നത്. അതിൽ നിന്ന് പാഠം ഉൾക്കുന്നവനാണ് മുഅ്മിൻ. പഴയ ആളുകൾ അവർക്കെന്തു പറ്റി എന്നത് ചിന്തിക്കുന്നവൻ. എന്നാൽ ദുനിയാവിന്റെ ആളുകൾ പഴയ ആളുകളുടെ അവരുടെ അവശിഷ്ടങ്ങൾ, അവരുടെ നാടുകൾ, അവരുടെ സൗകര്യങ്ങൾ ഇതൊക്കെ കുഴിച്ചെടുക്കും. പല നാടുകളിലും അവർ നശിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് ഒക്കെ ചർച്ച ഉണ്ടാവും. അപ്പൊ അവർ പറയും എന്തോ ഒരു പ്രകൃതി ദുരന്തത്തിൽ സംഭവിച്ചതാണ്, അങ്ങനെ പറ്റിയതാണ്, ഇങ്ങനെ പറ്റിയതാണ്. എന്നാൽ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം അവർ പറയുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബു അല്ലതി ഫി സുദൂർ. കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, കാഴ്ചയില്ലാതായി പോകുന്നത്. വലാകിൻ തഅമൽ ഖുലൂബു അല്ലതി ഫി സുദൂർ, നെഞ്ചകങ്ങളിലുള്ള കൽബുകൾക്കാണ് അന്ധത ബാധിക്കുന്നത്. ഇത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഏതുപോലെ മഴയില്ലാതാകുന്നു, അതാ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, ചൂട് കൂടുന്നു. പണ്ടില്ലാത്ത ചൂട്, പണ്ട് നമ്മളൊക്കെ ഫാന് പോലും ഓണാക്കാതെയാണ് കിടന്നുറങ്ങിയത്. ഇപ്പൊ നോക്ക്, എ സി ഇട്ടാലും കൂടി തണുപ്പില്ല എന്നൊക്കെ ആളുകൾ പറയുന്നു. പ്രകൃതി അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു, മഴ കുറയുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പരിഹാരം നിർദ്ദേശിക്കുകയാണ്, നമ്മൾ മരം വെച്ച് പിടിപ്പിക്കണം, അതുപോലെ ഇങ്ങനെ ഒരുപാട് അങ്ങനത്തെ ദുനിയവിയായ പരിഹാരങ്ങൾ അവർ പറയുകയാണ്. എന്നാൽ അടിസ്ഥാനപരമായ പരിഹാരം അവർ പറയുന്നില്ല. എത്ര മരം പിടിച്ചു വെച്ചിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഴ അത് പിടിച്ചു വെക്കാൻ തീരുമാനിച്ചാൽ അതിനുള്ള കാരണം എന്താണ്? ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ ഖുൽ സീറൂ ഫിൽ അർദ് ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ൽ കാന അക്സറുഹും മുശ്രികീൻ. സൂറത്തുൽ റൂമിലെ ആയത്തുകളാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, ബർറിലും ബഹറിലും ഫസാദ് പുറപ്പെട്ടിരിക്കുന്നു. ബർറും ബഹറും എന്നാൽ കരയും കടലും എന്നതിനർത്ഥമുണ്ട്. അതുപോലെ പല മുഫസ്സിറുകളും പറഞ്ഞു അറബിയിൽ ബഹർ എന്നതിന് അറബികൾ പ്രയോഗിക്കാറുള്ള മറ്റൊരർത്ഥം ബർ എന്നത് ജലാശയങ്ങളൊന്നുമില്ലാത്ത മരുഭൂമി പോലെയുള്ള നാടുകളെ അവർ ബർ എന്ന് പറയും. എന്നാൽ പുഴകളും ജലാശയങ്ങളും ഉള്ള നാടിനെ ബഹർ എന്ന് പറയും. അങ്ങനെ അറബികൾക്ക് ഒരു പ്രയോഗമുണ്ട്. ഈ ആയത്തിലെ ബഹർ അതാണെന്നും ഒരഭിപ്രായം പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം ഫസാദ്, കുഴപ്പങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു. ക്ഷാമവും വരൾച്ചയും മഴയില്ലായ്മയും എല്ലാം വന്നിരിക്കുന്നു, പട്ടിണി വന്നിരിക്കുന്നു. എന്താണ് കാരണം? ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിനാൽ. പല ആളുകളും ഈ ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് പറയാറുള്ളത് കണ്ടോ, ജനങ്ങളുടെ കൈകൾ മരങ്ങൾ മുറിച്ചു, പിന്നെ എന്താണ് കുന്നുകൾ ഇടിച്ച് നികത്തി, പാടം നികത്തി, അതുകൊണ്ട് ഭൂമി കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടായി എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകളൊക്കെ പറഞ്ഞ എന്താണ്? ജനങ്ങളുടെ ദുനൂബാണ് ഇതിന് കാരണം.
അവരുടെ പാപങ്ങൾ, റബ്ബിനോട് ചെയ്യുന്ന ധിക്കാരം, ശിർക്കും കുഫറും, അതുപോലെ വ്യഭിചാരവും മോഷണവും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കലും കള്ളത്തരവും വഞ്ചനയും, ഇതൊക്കെയാണ് കാരണം. അള്ളാഹുവിന്റെ റഹ്മത്ത് പിടിച്ചു വെക്കും ജനങ്ങളുടെ പാപങ്ങൾ കൊണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ആളുകൾ, ശിർക്കിന്റെയും കുഫറിന്റെയും സ്വതന്ത്ര ലൈംഗികതയുടെയും ഒക്കെ ആളുകൾ, എല്ലാ തോന്നിവാസത്തിനും അതിനൊക്കെ മാന്യതയുടെ പരിവേഷം നൽകുന്ന ആളുകൾ, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ എത്ര മരം വെച്ചിട്ടുണ്ട് കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഴ പിടിച്ചു വെക്കാൻ തീരുമാനിച്ചാൽ അല്ല, റബ്ബിലേക്ക് തിരിച്ചു പോവുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ശിർക്കും കുഫറും പാപങ്ങളും അവസാനിപ്പിക്കുക. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞതുപോലെ ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ, റബ്ബിനോട് തൗബ ചെയ്യൂ, നിങ്ങൾ ഇത് അവസാനിപ്പിക്കൂ, നിങ്ങളുടെ പാപങ്ങൾ ശിർക്കും കുഫറുമൊക്കെ. എന്നിട്ട് അല്ലാഹുവിനോട് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യൂ. അവൻ ഗഫാറാണ്, ഏറെ പുറത്തു തരുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ അതാ സമൃദ്ധമായ അല്ലാഹു മുകളിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തരും. യുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, സമ്പത്തും മക്കളെയും തന്ന് അല്ലാഹു നിങ്ങളെ സഹായിക്കും. വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ, അരുവികളും തോട്ടങ്ങളും അല്ലാഹു നിങ്ങൾക്ക് നൽകും. നസ്തഗ്ഫിറുല്ലാഹ വനതൂബു ഇലൈഹി, നസ്തഗ്ഫിറുല്ലാഹ വനതൂബു ഇലൈഹി, നസ്തഗ്ഫിറുല്ലാഹ വനതൂബു ഇലൈഹി. അപ്പൊ അതാണ് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക, അതാണ് ഏറ്റവും വലിയ പരിഹാരം. അതല്ലാത്ത പരിഹാരമൊന്നും പരിഹാരമല്ല, അതൊക്കെ വെറും തോന്നലുകളാണ്, ഒന്നും സംഭവിക്കില്ല. ജനങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികൾക്ക് അവന്റെ മഴ പിടിച്ചു വെക്കും. പിന്നെ പെയ്യുന്നത് കന്നുകാലികൾക്ക് വേണ്ടിയിട്ടാണ്, അവരോട് റബ്ബിനുള്ള റഹ്മത്ത് കൊണ്ടാണ്. പല മുൻഗാമികളും കവിത പാടിയിട്ടുള്ളതുപോലെ ചെറിയ കുട്ടികളും പല സാധുക്കളായ പല വൃദ്ധന്മാരും അതുപോലെ കന്നുകാലികളും ഒക്കെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മുകളിൽ ചരൽ മഴ വർഷിച്ചേനെ. അങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പല കല്ലുമഴ പെയ്തേനെ എന്ന് പല മുൻഗാമികളും കവിത പാടിയിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് മുൻഗാമികളുടെ ചരിത്രം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു ശേഷമുള്ള തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു, ഖുൽ സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കൂ. ഇങ്ങനെയുള്ള ശിക്ഷ, ഭൂമിയിൽ ഫസാദ് ഇങ്ങനെ ഉണ്ടാകുന്ന എന്തിനാണ്? അള്ളാഹു നമ്മൾ ചെയ്തതിന്റെ ഫലം നമ്മെ അനുഭവിപ്പിക്കാൻ, കുറച്ചനുഭവിപ്പിക്കാൻ. ലഅല്ലഹും യർജിഊൻ, അവർ തിരിച്ചു മടങ്ങാൻ വേണ്ടി. ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുവാൻ, പാപങ്ങൾ അവസാനിപ്പിക്കാൻ. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ സീറൂ ഫിൽ അർദ്, ഓ നബിയെ പറയുക, ഭൂമിയിലൂടെ അവരോട് സഞ്ചരിക്കാൻ പറയും. എന്നിട്ട് അവർ നോക്കട്ടെ മുമ്പുള്ളവർ എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത്. കാന അക്സറുഹും മുശ്രിക്കീൻ, അവരുടെ അധിക പേരും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളായിരുന്നു. അതാണ് അള്ളാഹു അവരെ ശിക്ഷിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം. ഫദാഖത് വബാല അംരിഹ, അങ്ങനെ അവർ പ്രവർത്തിച്ചതിന്റെ വബാൽ എന്നാൽ അനന്തരഫലം. ഗിബ് എന്നൊരു വാക്ക് അറബിയിൽ ഇതിന് സമാനമായി പറയാറുണ്ട്. വകാന ആഖിബതു അംരിഹ ഖുസ്റ, അവരുടെ കാര്യത്തിന്റെ അന്ത്യം ഖുസ്റ, നഷ്ടമായിരുന്നു, വലിയ നഷ്ടം. ദുനിയാവിൽ എത്ര സുഖിച്ചവനും, അവൻ ജനിച്ചു വീണത് മുതൽ മരിക്കുന്നത് വരെ സുഖിച്ചാലും ശരി, പരലോകം നഷ്ടപ്പെട്ടാൽ കടുത്ത നഷ്ടത്തിലാണ് അവനുള്ളത്. അല്ല, ഈ ലോകത്ത് തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവൻ യഥാർത്ഥത്തിൽ അവൻ അദാബാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ ശിക്ഷയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവന് മനസ്സിലാകാനിട്ടാണ്. ആ മൂടി അത് മരിക്കുന്നതോടെ നീക്കപ്പെടുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ റബ്ബിനെ ധിക്കരിച്ച് തോന്നിവാസത്തിലും തെമ്മാടുത്തത്തിലും ഒക്കെ കഴിയുന്നവൻ യഥാർത്ഥത്തിൽ സുഖിക്കുകയാണെന്ന്? അല്ല, അവൻ സുഖിക്കുകയല്ല, അവൻ അദാബിൽ തന്നെയാണുള്ളത്, ശിക്ഷയിൽ തന്നെയാണുള്ളത്. തന്റെ റബ്ബുമായി ഒരുവൻ അകന്നു പോവുക എന്നത് തന്നെ അവന് ശിക്ഷയാണ്. പക്ഷെ അവന് തിരിയുന്നില്ല. കാരണം ദുനിയാവിന്റെ സക്രത്തിലാണവൻ, അതിന്റെ ലഹരിയിലാണവൻ. ആ ലഹരിയുടെ മൂടി അത് ആ മരണത്തോടെ നീക്കപ്പെടുകയാണ്. പിന്നെ അവനുള്ളത് യഥാർത്ഥ അദാബാണ്, ശിക്ഷയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. പുണ്യവാന്മാർ അവർ സുഖത്തിലാണ്, ഫാജിറുകൾ അവർ ജഹീമിലാണ്, അവർ നരകത്തിലാണെന്ന് പറഞ്ഞു, ശിക്ഷയിലാണ് അവർ. പല മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ അബ്റാർ, പുണ്യവാന്മാർ നഈമിലാണെന്ന് പറഞ്ഞാൽ ഫിദ്ദുന്യ ഫിൽ ബർസഖ് ഫിൽ ആഖിറ,
ഈ ലോകത്തും ബർസഖിലും സ്വർഗത്തിലുമെല്ലാം. തോന്നിവാസികൾ ജഹീമിലാണെന്ന് പറഞ്ഞാൽ ഈ ലോകത്തും ബർസഖിലും അതുപോലെ നരകത്തിലുമെല്ലാം. കാരണം അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട്, അവൻ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുകയും റബ്ബ് വെറുക്കുന്നത് വെറുക്കുകയും ചെയ്യുന്നത് കൊണ്ട്, അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കുന്നത് കൊണ്ട് അടുത്തു തന്നെ കാലമധികം വൈകാതെ മുഅ്മിനിന്റെ ഖൽബിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന സന്തോഷവും ആഹ്ലാദവും സുഖവുമുണ്ട്. ഒരിക്കലും പാപിക്കത് കിട്ടുകയില്ല. അവന്റെ ഖൽബ് വളരെ മോശമായ അവസ്ഥയിലായിരിക്കും. ഖൽബിലുള്ള നഈം, അതിനുള്ള സുഖം, അതാകുന്നു യഥാർത്ഥ സുഖം. എന്നാൽ പല ലഹരിയും അവനെ മൂടി അവനത് തിരിച്ചറിയുന്നില്ല. പാപി തിരിച്ചറിയുന്നില്ല. മരണത്തോടത് തിരിച്ചറിയുമെന്നാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, أعد الله لهم عذابا شديدا فاتقوا الله يا أولي الألباب الذين آمنوا قد أنزل الله إليكم ذكرا رسولا يتلو عليكم آيات الله مبينات ليخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور ومن يؤمن بالله ويعمل صالحا يدخله جنات تجري من تحتها الأنهار خالدين فيها أبدا قد أحسن الله له رزقا. അള്ളാഹു പറയുന്നു, അഅദ്ദ അല്ലാഹു ലഹും അദാബൻ ശദീദ. ഇങ്ങനെ റബ്ബിനെ നിഷേധിച്ചവർക്ക് അള്ളാഹു ശദീദായ കടുത്ത ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു. കടുത്ത ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു, അഥവാ നരകമാകുന്ന ശിക്ഷ. നഊദു ബില്ലാഹ്. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കൂ നിങ്ങൾ. യാ ഉലിൽ അൽബാബില്ലദീന ആമനു, മുഅ്മിനുകളായ ബുദ്ധിയുള്ളവരെ. അപ്പൊ റബ്ബിനെ സൂക്ഷിക്കുന്നവൻ തഖ്വയുണ്ടോ? ബുദ്ധിയുള്ളവൻ മാത്രമാണ് റബ്ബിനെ സൂക്ഷിക്കുകയുള്ളൂ. തഖ്വയില്ലേ, റബ്ബിനെ സൂക്ഷിക്കുന്നില്ലേ, അവന് ബുദ്ധിയില്ല, ലുബ്ബില്ല, ബുദ്ധിയില്ല. കാരണം ബുദ്ധിയുള്ളവൻ ഒരിക്കലും ഒരു ഖൈർ ഒഴിവാക്കി ഒരു ഷർറ് തെരഞ്ഞെടുക്കുകയില്ല. നീണ്ടു നിൽക്കുന്ന അവസാനിക്കാത്ത ദുഃഖവും നഷ്ടവും തെരഞ്ഞെടുത്ത് തുച്ഛമായ ലാഭം, തുച്ഛമായ താൽക്കാലികമായ സുഖം അത് നേടി നീണ്ടു നിൽക്കുന്ന അവസാനിക്കാത്ത ദുഃഖം ഒരിക്കലും ബുദ്ധിയുള്ളവൻ വാങ്ങുകയില്ല. അതാണ് റബ്ബിനെ ധിക്കരിക്കുന്നവൻ ചെയ്യുന്നത്. ദുനിയാവിലെ തുച്ഛമായ തീർന്നു പോകുന്ന, ദുനിയാവിൽ തന്നെ പല മോശമായ ഫലങ്ങളുമുള്ള പാപങ്ങൾ അവൻ ചെയ്യുന്നു. നഷ്ടപ്പെടുത്തുന്ന എന്താ? ഏറ്റവും വലിയ ലാഭം, നീണ്ടു നിൽക്കുന്ന സുഖങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, നീ ഓർക്കുക, പാപങ്ങൾ നിനക്ക് ചെയ്യാൻ തോന്നിയാൽ അള്ളാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ള നല്ലവരായ ഇണകളെ, സ്വർഗത്തിലുള്ള ഇണകളെ നീ ഓർക്കുക. അവർക്കുള്ള മഹർ അതല്ലാഹു നിന്നോട് ഇവിടെയാണ് ഒരുക്കി വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവർക്കുള്ള മഹർ എന്താണ്? തഖ്വയാണ്. റബ്ബിനെ നീ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് അവർക്കുള്ള മഹറാണ്. അവർ നിന്നെ കാത്തിരിക്കുമെന്ന്. സഹോദരങ്ങൾ, അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും ഹൈറായത്, വളരെ നശ്വരമായതിനു വേണ്ടി ഉപേക്ഷിക്കുക എന്നത് ബുദ്ധിയില്ലാത്തവന്റെ പണിയാണ്. ദുനിയാവിൽ അങ്ങനെ ഒരുത്തൻ ചെയ്താൽ നമ്മൾ പറയൂലേ, എന്ത് വിവരക്കേടാണ് അവൻ ചെയ്തത് എന്ന് ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് നമ്മൾ പലരെയും പറയും. ദുനിയാവിന്റെ നഷ്ടമാകട്ടെ, പലതും തിരിച്ചു പിടിക്കാൻ റബ്ബിന്റെ തൗഫീഖോടെ സാധിക്കുന്നതാണ്. എന്നാൽ ആഖിറത്ത് നഷ്ടപ്പെട്ടാൽ ആരുടെ നമുക്കത് തിരിച്ചു തരാൻ? നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ പോലും ഓടിയകലും. ഉപ്പ മക്കളെയും, മക്കൾ ഉപ്പാനെയും, ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയും ഒക്കെ കണ്ടാൽ ഓടിയകലുമെന്ന്. ഓരോരുത്തരും അവന്റെ കാര്യം തന്നെ മതി, അവന്റെ കാര്യത്തിൽ തന്നെ അവൻ ശുഗലായിട്ടുണ്ട്. ഇപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ അമൽ അതാണ് നമുക്ക് ബാക്കിയാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ മരിച്ചാൽ അതാ അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും അവന്റെ അമലും അവന്റെ കൂടെ പോകുന്നു. രണ്ടെണ്ണം തിരിച്ചു വരുന്നു, ഒന്ന് മാത്രം അവന്റെ കൂടെ. നമ്മുടെ കൂട്ടിനാരാണ്? നമ്മുടെ അമലാണ്. അത് ഭംഗിയുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിൽ നല്ല സാലിഹായ ഒരുത്തന്റെ അമൽ വരും. അവൻ ചോദിക്കും, നീ ഏതാണ്? നീ ആരാണ്? ഈ നിന്റെ ഭംഗിയുള്ള മുഖം നീ ഏതാണ്? പറയും, അന അമലുക സാലിഹ്, ഞാൻ നിന്റെ സാലിഹായ അമലാണ് എന്ന് മുഅ്മിനിനോട് പറയുമെന്നാണ്. നേരെ തിരിച്ചാണ് റബ്ബിനെ ധിക്കരിച്ചവന്റെ അവസ്ഥ. ഏറ്റവും വൃത്തികെട്ട മോശമായ രൂപത്തിൽ ഒരുവൻ വരും. ആരാണ് നീ? ഏതാണ് നിന്റെ ഈ വൃത്തികെട്ട രൂപം?
എന്ന് ചോദിക്കും. ഞാൻ നിന്റെ മോശമായ അമലാണ് എന്ന് പറയും. അപ്പൊ സഹോദരങ്ങൾ, റബ്ബ് ഒരാളോടും അനീതി ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കുക. നിന്റെ അമൽ നന്നായോ, നിന്റെ വിശ്വാസവും നിന്റെ അമലും നന്നായോ, അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് നീ വിട്ടുനിന്നിട്ടുണ്ടോ, അള്ളാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് അതിമഹത്തായ ഏറ്റവും ഖൈറായ കാര്യമാണ്. റബ്ബ് നിന്നെ അതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു അവന്റെ സമാധാനത്തിന്റെ ഗേഹമായ സ്വർഗത്തിലേക്ക് നിന്നെ വിളിക്കുന്നു. എങ്ങനെയാണ് റബ്ബിന്റെ വിളി തട്ടി തെറിപ്പിച്ച് ആ വിളിക്ക് ഉത്തരം നൽകാതെ നരകത്തിലേക്ക് ഓടുന്നത്? അള്ളാഹു ചോദിച്ചില്ല ഫൈന തദ്ഹബൂൻ, പിന്നെ നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഫൈന തദ്ഹബൂൻ, എവിടെയാണ് നിങ്ങൾ പോകുന്നത്? റബ്ബദാ വിളിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും ഫഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി. ഇതാ മുഅ്മിനുകളെ, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ ഖൽബിനുള്ള ഹയാത്താണ് വഹി എന്ന് പറയുന്നത്. കിതാബും സുന്നത്തും അനുസരിച്ചുള്ള ജീവിതം, അതിന്റെ നൂറ് നീ നേടിയെടുത്തോ, നിന്റെ ഖൽബ് അപ്പോഴേ ജീവനുള്ളതാവും, ചത്തുപോയിരിക്കും. നിങ്ങൾ അറിയണം, അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്കും ഒരു മനുഷ്യനും അവന്റെ ഖൽബിനുമിടയിൽ മറയിട്ട് കളയും. എന്ന് പറഞ്ഞാൽ ഖൽബിനും നമുക്കുമിടയിൽ മറയിട്ട് കളഞ്ഞാൽ സുബ്ഹാനല്ലാഹ് പിന്നെ ഖൈർ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു ഇതാ ബുദ്ധിയുള്ളവരാണ് വിളിച്ചു പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കൂ എന്ന്. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബില്ലദീന ആമനു. ആരാണ് സ്വയം ബുദ്ധിയില്ലാത്തവനാണെന്ന് വിശേഷിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുക? ഒരാൾ ഇഷ്ടപ്പെടൂല. ഒരു ബുദ്ധിയില്ല എന്ന് നമ്മളെ കുറിച്ച് ഒരാൾ പറയുന്നത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. നമ്മുടെ അഖലിനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരാളും ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിനെ നീ സൂക്ഷിക്കുന്നില്ലേ, എനിക്ക് ബുദ്ധിയില്ല. റബ്ബ് വിളിച്ചിട്ടുള്ളത് ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബില്ലദീന ആമനു, ബുദ്ധിയുള്ളവരെ, ബുദ്ധിയുള്ള മുഅ്മിനുകളെ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കൂ. ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റ, അള്ളാഹു നിങ്ങളെ ഇരുട്ടിൽ വിട്ടിട്ടില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും തോന്നിയതുപോലെ ജീവിക്കും. അള്ളാഹിനെ സൂക്ഷിക്കേണ്ടത് എങ്ങനെ? മറ്റാൾ പറയുന്ന പോലെയാണോ? ഇന്ന ആള് പറയുന്നത് പോലെയാണോ? ആരെങ്കിലും പറയുന്നത് പോലെയല്ല, മറിച്ച് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. റബ്ബ് അവന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല, ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും ഖൈറായ, ഏറ്റവും മാന്യമായ ഈ ജീവിതമാർഗവുമായി വഹയുമായി നിങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റ, അള്ളാഹു നിങ്ങൾക്കൊരു ദിക്ർ അതിറക്കി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ് അവൻ നമ്മെ ഇസ്ലാമിലേക്ക് വഴി നടത്തി അവന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് അയച്ചു എന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ റഹ്മത്തായിട്ടല്ലാതെ ഓ നബിയെ താങ്കളെ നാം അയച്ചിട്ടില്ല. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഹിദായത്തിന്റെ മാർഗം നമുക്ക് കാണിച്ചു തരുന്ന പ്രകാശിക്കുന്ന വിളക്കാകുന്നു എന്നല്ലാഹു അവന്റെ കിതാബിൽ പറഞ്ഞു. റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹ്, എന്താണ് അല്ലാഹു അവതരിപ്പിച്ച ദിക്ർ? റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹ്, ഒരു റസൂൽ. ആ റസൂൽ എന്താണ് ചെയ്യുന്നത്? ഒരു ദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യത്ലു അലൈക്കും ആയാത്തില്ലാഹ്, യത്ലു അലൈക്കും, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഓതി തരുന്നു ആയാത്തില്ലാഹ്, അള്ളാഹുവിന്റെ ആയത്തുകൾ. സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത ആശയമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതല്ല. ഹാശ വകല്ല, ഒരിക്കലും അവിടുന്നത് ചെയ്യുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ വഹിയാണ്. മുബയ്യിനാത്തിൻ, എങ്ങനെയുള്ള അള്ളാഹുവിന്റെ ആയത്തുകളാണ്? മുബയ്യിനാത്തിൻ, വ്യക്തമായ ആയത്തുകൾ. അള്ളാഹുവിന്റെ കിതാബിലുള്ളത് എന്താണ്? വളരെ വ്യക്തമായ കാര്യം. ജനങ്ങളെ അള്ളാഹുവിൽ പങ്കുചേർക്കരുത്, ജനങ്ങളെ കൊലപാതകം പാടില്ല, വ്യഭിചരിക്കരുത്, മദ്യപിക്കരുത്, വഞ്ചിക്കരുത്, അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തരുത്. എത്ര വ്യക്തമായ കാര്യങ്ങളാണ്, എത്ര ഖൈറാണ്, എത്ര നല്ല സന്മാർഗമാണ്, എത്ര നല്ല സന്മാർഗം. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് അവനെ ഇബാദത്ത് ചെയ്യാൻ, സാധുക്കളെ സഹായിക്കാൻ, പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ, നോമ്പെടുക്കാൻ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നോക്കി, എത്ര ഖൈറായ കാര്യങ്ങളാണ്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ നോക്കൂ, അതെത്ര മോശമായ കാര്യങ്ങളാണ്. അത് വൃത്തികെട്ടതായതുകൊണ്ടാണ് അള്ളാഹു വിരോധിച്ചിട്ടുള്ളത്. എത്ര നല്ല സന്മാർഗമാണിത്. ഇതിനേക്കാളും ഖൈറായത് മാർഗമുണ്ട്. ആർക്ക് കാണിച്ചു തരാൻ സാധിക്കും? ഇത് റബ്ബിന്റെ സന്മാർഗമാണ്. ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള,
ഒരു സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. ليخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور. എന്തിനാണ് അല്ലാഹു ഈ റസൂലിനെ ഈ മുബയ്യിനാത്തായ വ്യക്തമായ ആയത്തുകളുമായി അയച്ചത്? ليخرج الذين آمنوا وعملوا الصالحات. ഈമാനും അമലു സാലിഹാത്തുമുള്ള സത്യവിശ്വാസവും യഥാർത്ഥ വിശ്വാസവും സാലിഹായ നല്ല പ്രവർത്തനങ്ങളും ചെയ്യുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ, രക്ഷപ്പെടുത്താൻ. മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. നോക്കി, ഇരുട്ടുകൾ എന്നതിന് അല്ലാഹു ജംആണ്, ബഹുവചനമാണ് പറഞ്ഞത്, ദുൽമത്തുൻ എന്നല്ല. ദുലുമാത് ഇരുട്ടുകൾ എന്നാണ് പറഞ്ഞത്. എന്നാൽ പ്രകാശത്തെ അല്ലാഹു അന്നൂർ എന്ന ഒറ്റ വാക്കാണ് പറഞ്ഞത്. അൻവാർ പ്രകാശങ്ങൾ എന്ന് പറഞ്ഞില്ല, അന്നൂർ എന്നാണ് പറഞ്ഞത്. കാരണം അതൊന്നേ ഉള്ളൂ വിളിച്ചു, ബാക്കിയൊക്കെ ഇരുട്ടാണ്. ഒരേ ഒരു മാർഗം ഇസ്ലാം, അത് മാത്രമാകുന്നു റബ്ബ് അവതരിപ്പിച്ച ശരിയായ മാർഗം. എന്താണ് ഈ ദുലുമാത്ത് എന്ന് പറഞ്ഞാൽ? ഇബ്നു കസീർ പറയുന്നു റഹിമഹുല്ലാഹ്, ഐ മിൻ ദുലുമാത്തിൽ കുഫ്രി വൽ ജഹ്ലി ഇലാ നൂറിൽ ഈമാനി വൽ ഇൽം. ഐ മിൻ ദുലുമാത്തിൽ കുഫ്രി വൽ ജഹൽ, കുഫറിന്റെയും നിഷേധത്തിന്റെയും റബ്ബിനെയും അവൻ അവതരിപ്പിച്ച ദീനിലെ കാര്യങ്ങളെയും നിഷേധിക്കുന്ന കുഫറിന്റെ ഇരുട്ടുകളിൽ നിന്ന്, വൽ ജഹ്ലി വിവരക്കേടിന്റെ ഇരുട്ടിൽ നിന്ന്. എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്? എനിക്ക് ഏതാണ് ഹറാം, ഏതാണ് ഹലാൽ, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പാടുണ്ടോ, പാടില്ലേ? ഞാൻ എങ്ങനെ വിവാഹം ചെയ്യണം? എന്റെ സ്ത്രീകളുമായുള്ള ബന്ധം എങ്ങനെ? എന്റെ സാമ്പത്തിക ഇടപാട് എങ്ങനെ? എന്തൊക്കെയാണ് എനിക്ക് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നീതി, ഏതാണ് അനീതി? ഇതൊന്നും അറിയാത്ത ജഹൽ. അതാണ് അല്ലാഹുവിന്റെ വഹി സ്വീകരിക്കാത്ത ആളുകളുടെ അവസ്ഥ. ഈ ജഹലിന്റെയും കുഫറിന്റെയും ഇരുട്ടുകളിൽ നിന്ന് ഇലാ നൂരിൽ ഈമാനി വൽ ഇൽം, വിശ്വാസത്തിന്റെയും അറിവിന്റെയും വിശ്വാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വെളിച്ചത്തിലേക്ക്. وقد سمى الله تعالى الوحي الذي أنزله نورا. അല്ലാഹു അവതരിപ്പിച്ച ഈ ദീനിനെ, വഹീനെ, നൂർ, പ്രകാശമെന്ന് ഖുർആനിൽ വിളിച്ചിട്ടുണ്ട്. പ്രകാശമെന്ന് വിളിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? ലിമാ യഹ്സുലു ബിഹി മിനൽ ഹുദാ, കാരണം അതുകൊണ്ട് ഹുദ, സന്മാർഗം, വെളിച്ചം നമുക്ക് കിട്ടും. അതുപോലെ നൂർ, പ്രകാശമെന്ന റബ്ബ് വഹീനെ വിളിച്ചതുപോലെ കമാ സമ്മാഹു റൂഹ, അല്ലാഹു അതിനെ റൂഹ് എന്നും വിളിച്ചിട്ടുണ്ട്. റൂഹ് എന്താണ്? ആത്മാവാണ്, ജീവൻ നൽകുന്ന കാര്യമാണത്. എന്തുകൊണ്ടാണ്? ലിമാ യഹ്സുലു ബിഹി മിൻ ഹയാത്തുൽ ഖുലൂബ്, കാരണം ഖൽബിന് ജീവൻ കിട്ടുന്നത് ഈ വഹീ കൊണ്ടാണ്. ഏത് ആയത്തിലാണത്? സൂറത്തു ശൂറായിൽ അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. وكذلك الله سبحانه وتعالى برنو وكذلك أوحينا إليك روحا من أمرنا وكذلك أوحينا إليك روحا من أمرنا ما كنت تدري. നോക്കി ഈ ആയത്തിൽ തുടക്കത്തിൽ എന്താണ് പറയുന്നത്? റൂഹന. وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم صراط الله الذي له ما في السماوات وما في الأرض ألا إلى الله تصير الأمور. سورة الشورى അവസാനിക്കുന്ന ഈ ആയത്തുകൾ കൊണ്ടാണ്. وكذلك أوحينا إليك, നബിയെ താങ്കൾക്ക് അങ്ങനെ നാം വഹീ നൽകിയിരിക്കുന്നു. റൂഹൻ മിൻ അംരിനാ, നമ്മുടെ കാര്യത്തിൽ നിന്നുള്ള റൂഹ്, ആത്മാവാണിത്. മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, നബിയെ താങ്കൾക്ക് മുമ്പ് അറിയുമായിരുന്നില്ല എന്താണ് കിതാബ് എന്നോ എന്താണ് ഈമാൻ എന്നോ. ഇത് സൂഫികൾക്കുള്ള മറുപടിയാണ്. കാരണം അവരിൽ പലരും പറയാറുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ആദ്യമേ നബിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആണ് ഹിറാ ഗുഹയിൽ പോയിരുന്നത്. ഇപ്പോ റബ്ബിന്റെ വഹി വരും, അങ്ങനെ റബ്ബിന്റെ വഹീന് സ്വയം മെരുക്കിയെടുത്ത് കാത്തിരുന്നു എന്നൊക്കെയാണ് സൂഫികൾ പറയാറുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് പലർക്കും അങ്ങനെ ഇരുന്ന അങ്ങനെയൊക്കെ കിട്ടും എന്ന് വിചാരിക്കുന്നത്. അതിന് തെളിവുണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടില്ല, മറിച്ച് അല്ലാഹു ആ സമയത്ത് അങ്ങനെ തോന്നിപ്പിച്ചു അവിടെ പോയിരിക്കാൻ. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ വന്നപ്പോൾ പേടിച്ചു പോയത്. അവിടുന്ന് പേടിച്ചു വിറച്ചിട്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ജമ്മിലൂനി വസുബ്ബു അലയ്യ മാഅൻ ബാരിദ, ഓ ഖദീജ എന്നെ പുതപ്പിച്ചു തരൂ, എനിക്ക് തണുത്ത വെള്ളം എന്റെ മുകളിൽ ഒഴിക്കൂ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാണ് പേടിക്കുന്നത്? കാത്തിരുന്ന ആളാണ് വന്നതെങ്കിൽ പേടിക്കോ? ഇല്ല. അങ്ങനെ കാത്തിരുന്ന പലരുണ്ടായിരുന്നു. ആ കാലത്ത് കാത്തിരുന്ന പലരുണ്ടായിരുന്നു സ്വയം നബിയാവുമെന്ന് പ്രതീക്ഷിച്ച്.
അവർക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് കൊടുക്കുക. അവന്റെ വഹി, അവന്റെ ഹുദ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, കിതാബ് എന്താണെന്നോ ഈമാൻ എന്താണെന്നോ നബിയെ താങ്കൾ അറിയുമായിരുന്നില്ല. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന, മറിച്ച് നാം ഈ വഹീനെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നത്. ഇതൊരു പ്രകാശമാണ്. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന, നാം ഉദ്ദേശിക്കുന്ന നമ്മുടെ അടിമകളെ ഇത് മുഖേന നാം സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്നു. എന്താണ് ചെയ്യേണ്ടത്? മുന്നോട്ടുള്ള വഴി എന്താണ്? എങ്ങോട്ടാണ് നമ്മുടെ പോക്ക്? അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, ഓ നബിയെ താങ്കൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് നേരായ മാർഗമാണ്. സിറാത്തുല്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളുടെ ആരുടേതാണോ ആ അള്ളാഹുവിലേക്കുള്ള മാർഗം, അവന്റെ മാർഗം. അലാ ഇലല്ലാഹി തസീറുൽ ഉമൂർ, റബ്ബിലേക്കാണ് കാര്യങ്ങൾ, അവനിലേക്കാണ് കാര്യങ്ങൾ തിരിച്ചു പോകുന്നത്. ഇപ്പൊ ഈ ആയത്തിൽ അള്ളാഹു റൂഹെന്നും നൂറെന്നും ഈ വഹീനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കൽബിന് ജീവൻ നൽകുന്ന റൂഹാണ്, അതുപോലെ വഴി കാണിച്ചു തരുന്ന നൂറാകുന്നു അള്ളാഹുവിന്റെ വഹി. ഈ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുപോലെ അള്ളാഹു അവതരിപ്പിച്ച അവിടുത്തെ ഹദീസുകളാകുന്ന വഹിയും. അള്ളാഹു പറയുന്നു, വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സാലിഹാ, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സാലിഹായ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത്, യുദ്ഖിൽഹു, അള്ളാഹു അവനെ പ്രവേശിപ്പിക്കുന്നതാണ്, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ജന്നാത്തിൻ, സ്വർഗങ്ങളിൽ, അതിമനോഹരമായ സ്വർഗപ്പൂന്തോപ്പിൽ, തജ്രി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, ആ തോട്ടങ്ങളുടെ താഴ്ഭാഗത്തുകൂടെ, അൽ അൻഹാറു, അരുവികൾ, ഖാലിദീന ഫീഹാ, അവരവിടെ ശാശ്വതരായിരിക്കും, അവർക്ക് മരണമില്ല, അവരവിടെ പുറത്താക്കപ്പെടുകയില്ല. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, അബദൻ, അബദൻ എന്നാൽ എന്നെന്നും, അബദൻ എന്നാൽ എന്നെന്നും, എന്നെന്നും അവരവിടെ ശാശ്വതരായിരിക്കും. ഖാലിദീൻ എന്നതിനെ ഒന്നുകൂടി തഅക്കീദ് ചെയ്ത് പറയുന്ന വാക്കാണ് അബദൻ എന്നത്. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, അങ്ങനെയുള്ളവൻ അള്ളാഹു റിസ്ഖ് ഏറ്റവും നന്നാക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഏറ്റവും അഹ്സനായ റിസ്ഖാണ് സ്വർഗത്തിലുള്ളത്. നോക്കൂ, ഈ ഭൂമിയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ, എത്ര മനോഹരമാണ് ഈ ഭൂമിയിലെ പല സ്ഥലങ്ങളും. നമ്മൾ പോകാറുള്ള, നമ്മൾ കാണാൻ ചെല്ലാറുള്ള, നമുക്ക് കൺകുളിർമയേകുന്ന എത്ര എത്ര സ്ഥലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. മനോഹരമായ തോട്ടങ്ങൾ, മനോഹരമായ അരുവികൾ. എന്നാൽ അതിൽ പലതിലും പല അപകടങ്ങളുണ്ട്. നല്ല ഭംഗിയുള്ള കാടായിരിക്കും, നല്ല ഭംഗിയുള്ള ചെടികളായിരിക്കും, എന്നാൽ അതിനിടയിലൂടെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടി വരും. പ്രാണികളുണ്ടാവും, പുഴുക്കളുണ്ടാവും, അപകടങ്ങൾ പലതും പതിയിരിക്കുന്നുണ്ടാവും. നമുക്ക് ഉദ്ദേശിക്കുന്നതല്ല എല്ലാം അവിടെ ഉണ്ടോ? ഇല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിൽ അത് അതീവ മനോഹരമാണ്. അവിടെ ഒന്നും ഒരു ഷർറും ഇല്ല, വേദനിപ്പിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ ആയ ഒന്നുമില്ല. മറിച്ച് പരിപൂർണമായ സുഖവും സന്തോഷവും ആഹ്ലാദവും മാത്രമാണ് അള്ളാഹു അവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്. അതിന്റെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, സൂറത്ത് മുഹമ്മദിൽ, മസലുൽ ജന്നത്തി ലത്തി വുഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം, ഫിഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, കലർപ്പില്ലാത്ത മോശമാകാത്ത പരിശുദ്ധമായ വെള്ളത്തിന്റെ അരുവികൾ, വൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചി മാറാത്ത പരിശുദ്ധമായ പാലിന്റെ അരുവികൾ, വൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് വളരെ രുചികരമായ ഖംറിന്റെ, മദ്യത്തിന്റെ, കുടിച്ചാൽ തലക്ക് തകരാറോ ബുദ്ധിഭ്രമമോ ഇല്ലാത്ത, കേടുപാടുകളില്ലാത്ത, എന്നാൽ രുചിയുള്ള ഖംറിന്റെ അരുവികൾ, വൻഹാറും മിൻ അസലിൻ മുസഫ, പരിശുദ്ധമായ തേനിന്റെ അരുവികൾ, വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്തി വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവർക്കവിടെ എല്ലാ പഴങ്ങളുമുണ്ട്, റബ്ബിന്റെ മോചനവുമുണ്ട്. ഇങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം ലഭിച്ചവനും, കമൻ ഹുവ ഖാലിദുൻ ഫിന്നാരി വസുഖൂ മാഅൻ ഹമീമൻ ഫഖത്തഅ അംആഅഹും, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചുട്ടുപൊള്ളുന്ന വെള്ളം കുടിപ്പിക്കപ്പെടുകയും അത് മുഖേന ഉള്ളിലുള്ളതൊക്കെ പൊട്ടി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നവൻ രണ്ടും ഒരുപോലെയാണോ? അള്ളാഹുവിന്റെ ചോദ്യം നോക്ക്. ഈ പറഞ്ഞ സ്വർഗത്തിൽ കടക്കുന്നവരും റബ്ബിന്റെ തൃപ്തിയും അവന്റെ മഗ്ഫിറത്തും എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കഴിയുന്നവരും നരകത്തിൽ ഇത് സഹിച്ചു കഴിയുന്നവരും ഒരുപോലെയാണോ?
ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഇത് രണ്ടും ഹക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തഹജ്ജുദിൽ, അവിടുത്തെ രാത്രി നിസ്കാരത്തിൽ അതിനെണീറ്റ് ദുആ ചെയ്യുന്ന ദുആയിലുള്ളതാണ് വൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. സ്വർഗ്ഗം അത് ഹക്കാണ്, നരകം അത് ഹക്കാണ്. എന്താണ് ഹക്കാണെന്ന് പറഞ്ഞാൽ? അതുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും മസീർ. ഇമ്മ ജന്ന ഔ ഇമ്മ നാർ. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തേക്കാണ് എന്റെയും നിങ്ങളുടെയും മസീർ, നമ്മുടെ അന്ത്യം, അവസാനം ഇവിടെയാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ അതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന. അല്ലാഹു പറയുന്നു, അല്ലാഹു അല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അവസാനത്തെ ആയത്താണ്. അല്ലാഹു അല്ലദീ, ഏതൊരു അല്ലാഹുവാണ് അവൻ, അല്ലദീ ഖലഖ, അവനാകുന്നു സൃഷ്ടിച്ചത്, സബഅ സമാവാതിൻ, 7 ആകാശങ്ങളെയും, വമിനൽ അർദി, ഭൂമിയിൽ നിന്ന്, മിസ്ലഹുന്ന, ഭൂമിയിൽ നിന്ന് അതുപോലുള്ളതിനെ. അഥവാ ആകാശം 7 എണ്ണം ഉണ്ടെങ്കിൽ ഭൂമിയും 7 എണ്ണം ഉണ്ട് എന്നതിന് ഈ ആയത്തിൽ വ്യക്തമായ തെളിവുണ്ട്. 7 ആകാശങ്ങളും അതുപോലെ ഭൂമിയും പടച്ചവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞു. യതനസ്സലുൽ അംറു, കാര്യം അവതരിപ്പിക്കുന്നു, ഇറങ്ങുന്നു, ബൈനഹുന്ന, അതിനിടയിൽ. അല്ലാഹുവിന്റെ അംർ, അവന്റെ കൽപ്പന, അവൻ തീരുമാനിച്ച കാര്യം ഇറങ്ങുന്നു അതിനിടയിൽ. ലിതഅലമൂ, നിങ്ങൾ അറിയാൻ, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണെന്നും. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് അഹാത, അവൻ വലയം ചെയ്തിരിക്കുന്നു, ബികുല്ലി ഷൈഇൻ ഇൽമാ, എല്ലാ കാര്യത്തിനെയും അവന്റെ ഇൽമു കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. എല്ലാത്തിനെയും കുറിച്ച് വ്യക്തമായ, ഒന്നും വിട്ടുപോകാത്ത അറിവ് ഉള്ളവനാണ്. അവന്റെ ഇൽമും അവന്റെ ഇഹാത്തത്തും എല്ലാത്തിനും മുകളിലുമുണ്ട്. നോക്കൂ, നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന അതിവിശാലമായ വിസ്തൃതമായ ആകാശം, അതിലെ കോടാനുകോടി നക്ഷത്രങ്ങൾ, ഇതുപോലെ 7 ആകാശങ്ങൾ, ഭൂമി, അതിവിശാലമായ ഭൂമി, താഴേക്ക് 7 ഭൂമികൾ. ഇതിലെല്ലാം കാര്യങ്ങൾ നടക്കുന്നത് റബ്ബിന്റെ തീരുമാനമനുസരിച്ചാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതെല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലെല്ലാം നടക്കുന്നത് ഓരോന്നും അറിയുന്നവനാണ്. അവന്റെ ഇൽമു കൊണ്ട് അവൻ വലയം ചെയ്തിരിക്കുന്നവനാണ്, ഇഹാത്തത്ത് ചെയ്തിരിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. 7 ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മുകളിലേക്കാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ളത് 1ാമത്തെ ആകാശം, പിന്നെ അതിന് മുകളിലുള്ളത് 2ാമത്തെ, അതിന് മുകളിൽ 3ാമത്തെ, അങ്ങനെ 7 ആകാശങ്ങൾ. 7 ആകാശങ്ങൾക്ക് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസിയും, അതിനു മുകളിൽ അവന്റെ അർശും, ഏറ്റവും മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. അവന്റെ മുകളിൽ യാതൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ച് പറഞ്ഞു, അൻതല്ലാഹിർ വലൈസ ഫൗഖക ശൈ, അല്ലാഹുവേ, നീയാണ് മുകളിലുള്ളത്, നിനക്ക് മുകളിൽ ഒന്നുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ചെയ്യുന്ന ഒരു ദുആയിൽ പറഞ്ഞു. 7 ഭൂമി എന്നത് ഹദീസുകളിൽ, ഈ കിതാബിൽ വന്നത്, അള്ളാഹുവിന്റെ കിതാബിൽ വന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. ഇബ്നു കസീർ പറയുന്നു റഹിമഹുല്ലാഹ്, യഖൂലു തആല മുഖ്ബിറൻ, അല്ലാഹു നമ്മെ അറിയിച്ചുകൊണ്ട് പറയുന്നു, അൻ ഖുദ്റതിഹി താമ്മ വസുൽത്താനിഹിൽ അളീം, അല്ലാഹുവിന്റെ പരിപൂർണമായ ഖുദ്റ, അവന്റെ കഴിവ്, അതുപോലെ അവന്റെ മഹത്തായ സുൽത്താൻ, അവന്റെ അധികാരം. അള്ളാഹു അവന്റെ ഏറ്റവും പരിപൂർണമായ ഖുദ്റത്തിനെ കുറിച്ചും അവന്റെ അതിമഹത്തായ സുൽത്താൻ, അവന്റെ അധികാരത്തെക്കുറിച്ചുമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ 7 ആകാശങ്ങളും 7 ഭൂമിയുമെല്ലാം ആരുടെ നിയന്ത്രണത്തിലാണ്? റബ്ബിന്റെ മാത്രം. ഇതെല്ലാം ആരുടേതാണ്? അള്ളാഹുവിന്റെ അധികാരത്തിൽ മാത്രം. ഒരാൾക്കും അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഒന്നും അവന്റെ സുൽത്താനിൽ ചെയ്യാൻ സാധ്യമല്ല. ഇത് തന്നെ തെളിവാണ്. റബ്ബിന്റെ ശരീഅത്ത്, അവന്റെ കൗനിൽ, അവൻ നിശ്ചയിച്ച് ഈ ലോകത്ത്
അവൻ തീരുമാനിച്ചത് മാത്രമേ നടക്കുമെങ്കിൽ പിന്നെങ്ങനെയാണ് അവന്റെ പടപ്പുകളായ നമ്മൾ അവനെതിരായത് ചെയ്യുക? അല്ലാഹുവിനനുസരിക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ് എന്നതിൽ മാത്രം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇബ്നു കസീർ പറയുന്നു, ലിയകൂന ദാലിക ബാഇസൻ അലാ തഅദീമി മാ ശറഅ മിന അദ്ദീനിൽ ഖവീം. അല്ലാഹുവിന്റെ പടപ്പുകളെ കുറിച്ച് ആലോചിച്ചാൽ, അതിനെക്കുറിച്ച് ശരിക്ക് ചിന്തിച്ചാൽ ആ ചിന്ത അവനെ പ്രേരിപ്പിക്കും അല്ലാഹുവിന്റെ ശറഇനെയും അതുപോലെ വില കൽപ്പിക്കാൻ. അല്ലാഹുവിന്റെ ശറഅ, അവന്റെ ദീൻ നിയമങ്ങൾ, അതിന് മഹത്വം കൽപ്പിക്കാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവന് തോന്നേണ്ടതാണ്. ആകാശഭൂമികളിൽ കാര്യങ്ങൾ നടക്കുന്ന അള്ളാഹിന്റെ തീരുമാനമനുസരിച്ച് മാത്രം. പിന്നെങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെതിരായത് നമ്മൾ ചെയ്യുക, അവനിഷ്ടമല്ലാത്തത് നാം ചെയ്യുക? അത് പാടില്ല. അള്ളാഹു അവനനുസരിക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിസ്കരിക്കാൻ, സകാത്ത് കൊടുക്കാൻ, നോമ്പ് നോക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അവൻ വെറുക്കുന്ന, നമുക്ക് തന്നെ ഈ ലോകത്തും പരലോകത്തും ഷർറായ വൃത്തികെട്ട കാര്യങ്ങൾ റബ്ബ് നമ്മെ വിലക്കിയിരിക്കുന്നു. അതിനെ ബഹുമാനിക്കാൻ ഈ ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കുന്നവന് പ്രേരണ ഉണ്ടാകേണ്ടതാണ്. 7 ഭൂമികൾ എന്ന ഈ ആയത്തിൽ സൂചനയുണ്ടല്ലോ. ഹദീസിൽ അത് വ്യക്തമായി വന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസിൽ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളാണ് സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഒരു പെണ്ണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിന്നീട് ഒരു സ്ത്രീ ഭൂമി അദ്ദേഹം അന്യായമായി തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് മർവാൻ എന്ന ഖലീഫയുടെ അടുത്ത് പരാതിയുമായി ചെന്നു. സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബി. അദ്ദേഹത്തെ കുറിച്ചാണ് ഈ കള്ളാരോപണം പറഞ്ഞത്. അപ്പോ മർവാൻ ഖലീഫ, അന്നത്തെ ഖലീഫ മർവാൻ ഇബ്നുൽ ഹക്കം സഈദ് ഇബ്നു സയ്യിദിനെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെയുണ്ടല്ലോ ഒരു സ്ത്രീ പറയുന്നത്. അപ്പോൾ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനെങ്ങനെ ഭൂമി കെട്ടെടുക്കാനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ ഒരു ഹദീസ് കേട്ടവനാണ് ഞാൻ, പിന്നെ എങ്ങനെ ഞാനിത് ചെയ്തു? എന്നിട്ട് അവിടുന്ന് ഹദീസ് പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ളലമ മിനൽ അർദി ശൈഅൻ തുവിഖഹു മിൻ സബ്ഇ അർദീൻ. ആരെങ്കിലും ഭൂമി വല്ലതും അന്യായമായി അവനവൻ്റെതാക്കിയാൽ 7 ഭൂമികളിൽ നിന്ന് ഖിയാമത്ത് നാളിൽ അവന്റെ കഴുത്തിൽ അണിയിക്കപ്പെടും. ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞാൽ ഈ ശിക്ഷകൾ നരകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പാണ്. സകാത്ത് മുടക്കിയവൻ, പലിശ തിന്നവൻ, അതുപോലെ ഭാര്യമാർ 2 പേരുണ്ടെങ്കിൽ അനീതി കാണിച്ചവൻ, അതുപോലെ ഭൂമി കട്ടെടുത്തവൻ, ചതിച്ചവൻ, ഇങ്ങനെ പലരും ആഖിറത്തിൽ തന്നെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അവർ അപമാനിക്കപ്പെടും. അവർക്ക് മോശമായ അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് തന്നെ നൽകും. നഊദു ബില്ലാഹ്. അതിൽപ്പെട്ടതാണ് ഭൂമി തട്ടിയെടുത്തവൻ, അവൻ 7 ഭൂമികളിൽ നിന്ന് കഴുത്തിൽ അണിയിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഈദ് ഇബ്നു സയ്യിദിനെ കുറിച്ച് ഈ പെണ്ണ് പിന്നെയും ആരോപണം പറഞ്ഞു. അങ്ങനെ സഈദ് ഇബ്നു സയ്യിദ് അവസാനം സഹികെട്ട് ആ സ്ത്രീക്ക് അതിൽ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ അവളുടെ കാഴ്ച നീ ഇല്ലാതാക്കണം. അവളുടെ അങ്ങനെ ആ സ്ത്രീയുടെ കാഴ്ച നശിച്ചു പോവുകയും പിന്നീട് സ്വന്തം വീട്ടിലുള്ളൊരു കിണറ്റിൽ വീണ് ആ സ്ത്രീ മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുകയുണ്ടായി. അതുപോലെ നോക്ക്, ഇതേപോലെ ഈ ഹദീസ് ഈ 7 ഭൂമിയിൽ നിന്ന് ഇങ്ങനെയുള്ളവന്റെ കഴുത്തിൽ ചാർത്തപ്പെടുമെന്ന് പല സഹാബിമാരും റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നൊരു താബിഈ ഉണ്ട്, വളരെ മഹാനായ താബിഈയാണ് അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അദ്ദേഹം ഫുഖഹാ ഉസ്സബ 7 മദീനയിലെ 7 ഫുഖഹാ താബികളുടെ കാലത്തെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളായി ഇദ്ദേഹം എണ്ണപ്പെട്ടിട്ടുണ്ട്. അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സഹാബിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ മകനാണ്. അബൂ സലമ ഒരിക്കൽ അദ്ദേഹം പറയുന്നു, വകാന ബൈനഹു ബൈന ഖൗമിഹി ഖുസൂമത്തുൻ ഫി അർദിൻ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും തമ്മിൽ ഒരു സ്വത്ത് തർക്കമുണ്ടായിരുന്നു, ഭൂമിയുടെ വിഷയത്തിൽ. ഇന്നത്തെ കാലത്ത് ഒരുപാടുള്ള ഒരു തർക്കമാണിത്. ഭൂമിക്ക് വളരെ വിലയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെയാണ്. ആളുകൾ കുറച്ച് സ്ഥലത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്നത് കൊണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഭൂസ്വത്ത് വളരെ വിലപിടിപ്പുള്ളതാണ് നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് തർക്കങ്ങളും, ചെറിയ സ്ഥലങ്ങളുടെ പേരിലൊക്കെ തർക്കങ്ങളും കൂടും. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, റബ്ബിനെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത്. അബൂ സലമ റഹിമഹുല്ലാഹ് താബിഈ, ഇദ്ദേഹം ഇങ്ങനെ ഒരു കൂട്ടരുമായി തർക്കമുണ്ടായി. അങ്ങനെ വഅന്നഹു ദഖല അലാ ആയിഷ റളിയല്ലാഹു അൻഹ,
എന്നിട്ട് ഈ തർക്കം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്ന് ഇദ്ദേഹം പറയും ഫദക്കറ ദാലിക ലഹാ ഫഖാലത്. ആയിഷ റളിയല്ലാഹു അൻഹ അബൂ സലമയോട് പറഞ്ഞു, യാ അബാ സലമ, അബൂ സലമ, ഇജ്തനിബിൽ അർദ്, ഭൂമിയെ നീ വിട്ടേക്ക്, ഭൂമിയുടെ കാര്യം നീ വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിക്കണം എന്നാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ അങ്ങോട്ട് വിട്ടെടുത്തേക്കുക. കാരണം എന്താ, ഈ ലോകത്ത് നഷ്ടപ്പെടുന്നത് വളരെ ചെറിയ ഒരു നഷ്ടമായിരിക്കും. അല്ല, റബ്ബിനെ സൂക്ഷിച്ച് എന്തൊഴിവാക്കിയാലും റബ്ബ് അതിനേക്കാൾ ഖൈർ അത് പകരം തരും. ഈ ലോകത്ത് ദുൽമായി ഈ ലോകത്ത് നമ്മൾ വല്ലതും കൈക്കലാക്കിയിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ അബാ സലമ ഇജ്തനിബിൽ അർദ്, ഭൂമി വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം നന്നായി സൂക്ഷിക്കുക. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ളലമ ഖീദ ശിബ്രിൻ മിനൽ അർദ്, ആരെങ്കിലും ഒരു ചാൺ ഭൂമി അന്യായമായി അവനവൻ്റെതാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ചാൺ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്, ഒരു മുഴം പോലുമില്ല, ഒരു കൈയുടെ അത്രയും കൂടി ഇല്ല, അതിന്റെയും താഴെ, തൂവിഖഹു മിൻ സബഇ അർദീൻ, 7 ഭൂമിയിൽ നിന്ന് അവന്റെ കഴുത്തിൽ ചാർത്തപ്പെടും. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ഹദീസ് നോക്ക്, ഇതേപോലെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദ ശൈഅൻ മിനൽ അർദ് ബിഗൈരി ഹഖ്ഖിഹി, ആരെങ്കിലും അന്യായമായി തന്റേതല്ലാത്ത ഭൂമി കൈവശപ്പെടുത്തിയാൽ ഖുസിഫ ബിഹി യൗമൽ ഖിയാമത്തി ഇലാ സബഇ അർദീൻ, 7ാമത്തെ ഭൂമിയിലേക്ക് അവൻ താഴ്ത്തപ്പെടും ഖിയാമത്ത് നാളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു ഉമർ റിവായത്ത് ചെയ്തു. അപ്പോൾ ഇതല്ല, ഒന്നിലധികം ശിക്ഷകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിരിക്കുന്നു. ഈ ഹദീസുകൾ മുഴുവൻ വായിച്ചത് ഈ വിഷയം പറയാനല്ല, മറിച്ച് ഈ പറയപ്പെട്ട ഹദീസിലൊക്കെ സബഉ അർദീൻ എന്നുണ്ട്, 7 ഭൂമികൾ. 7 ഭൂമികൾ. 7 ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? താഴേക്കുള്ള 7 ഭൂമികൾ എന്നാണ്. ഇബ്നു കസീർ ഈ ആയത്ത് ഉദ്ധരിച്ച ശേഷം ഇതിന്റെ തഫ്സീറിൽ പറഞ്ഞു, വമൻ ഹമല ദാലിക അലാ സബഅതി അഖാലീം, ആരെങ്കിലും 7 ഭൂമി എന്നാൽ 7 അഖാലീം, 7 വൻകരകളുണ്ടല്ലോ, കോണ്ടിനൻസ്, 7 ഏഷ്യ, ആഫ്രിക്ക എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പറയുന്നത് പോലെ 7 സ്ഥലങ്ങളാണ്, വൻകരകളാണെന്ന് ആരെങ്കിലും ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞാൽ ഫഖദ് അബഅദ നജ്അ, അത് വളരെ തെറ്റായ ഒരു വാദമാണ്. വഖാലഫൽ ഖുർആന വൽ ഹദീസ ബിലാ മുസ്തനദ്, ഒരു തെളിവുമില്ലാതെ ഖുർആനിനും സുന്നത്തിനും എതിരാണ് അങ്ങനെയുള്ളവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉദ്ദേശിച്ച 7 ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 7 പ്രദേശങ്ങളോ വൻകരകളോ അല്ല, മറിച്ച് 7 താഴേക്കുള്ള 7 ഭൂമികൾ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, 7 ആകാശങ്ങളും 7 ഭൂമികളും അതിലുള്ളതും അതിനിടയിലുള്ളതുമെല്ലാം അള്ളാഹുവിന്റെ കുർസിയിൽ കൊണ്ടുവച്ചാൽ ഒരു മരുഭൂമിയിൽ വെച്ച ചെറിയൊരു വളയം പോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മരുഭൂമി പോലെ ഉണ്ടാകും അള്ളാഹുവിന്റെ കുർസി, ചെറിയ മോതിരം പോലെ ഉണ്ടാകും 7 ആകാശങ്ങളും 7 ഭൂമിയും അതിലുള്ളതും അതിനിടയിലുള്ളതും. ഇതേ വ്യത്യാസമുണ്ട് അള്ളാഹിന്റെ അർശും അവന്റെ കുർസിയും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹു അതിനേക്കാളും മുകളിൽ ഏറ്റവും വലിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു അക്ബർ. والله تعالى أعلم، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.